ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രിസ്മസ് ചാനൽ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളന്ന് പോളിട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കുറേ വന്നിട്ടുണ്ടായിരുന്നത് സാന്താക്ലോസിൻ്റെ തീമിലുള്ള ജാള ചെയ്താൽ മതിയെന്ന്. സോ ഞാൻ പിൻട്രസ്റ്റൊക്കെ തപ്പി നോക്കിയപ്പോൾ ഫുൾ ഇങ്ങനെ സ്റ്റിക്കേഴ്സും അങ്ങനെയുള്ളതാണ് കുറേ ആൾക്കാർ ചെയ്തിട്ട് ഞാൻ കണ്ടത് ജാള. സോ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിലെ സാന്താക്ലോസിനെ വെച്ചിട്ട്. സോ ഒരു പേജ് കംപ്ലീറ്റ് ഞാൻ ഒരു സാന്താക്ലോസിൻ്റെ ഫേസാണ് ചെയ്തെടുക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ക്രീം കളർ A4 പേപ്പർ ഉണ്ടായിരുന്നത് അത് ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബുക്കിൻ്റെ ഏറ്റവും താഴെ നിന്ന് ഒരു 1/3 ആ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഈ പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇന്നൊരു റെഡ് കളർ A4 പേപ്പർ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ, അതായത് ഫസ്റ്റ് നമ്മുടെ ഒരു എൻഡിൽ നിന്ന് ഇങ്ങനെ ചെറിയ സൈസിൽ തുടങ്ങി ഇന്നൊരു എൻഡിക്ക് ഇത്തിരി വലിയ സൈസിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് ഞാനൊന്ന് പാറ്റേൺ വരച്ചെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാന്താക്ലോസിൻ്റെ ക്യാപ്പില്ലേ, ആ ക്യാപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുപോലെ ഞാൻ വരച്ചെടുത്തു. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഒരു വൈറ്റ് കളർ പേപ്പറായിരുന്നു ഇവിടെ, ഞാനിപ്പോൾ ഒരു വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചില്ല അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് മറന്നുപോയി, വിട്ടുപോയോണ്ടാണ് ഞാനിപ്പോൾ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചത്. സോ ഞാൻ ഒരു വൈറ്റ് കളർ പേപ്പറിൽ തന്നെ സാന്താക്ലോസിൻ്റെ മീശ കട്ട് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. ആൻഡ് ഇപ്പം മനസ്സിലായി കാണുള്ളൂ, നമ്മൾ ആ ക്രീം കളർ യൂസ് ചെയ്തത് സാന്താക്ലോസിൻ്റെ ഫേസിന് വേണ്ടിയിട്ടാണ്. സോ 2 കണ്ണും ഞാൻ അതിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു സാന്താക്ലോസിൻ്റെ എവിടേക്കും ഒരു ലുക്കൊക്കെ വന്നില്ലേ. ഇനി വേണ്ടത് ഞാനൊരു ഫീൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു റെഡ് കളർ ഒരു ഓവൽ ഷേപ്പിലൊരു പീസ് കൂടെ കട്ട് ചെയ്തെടുത്താൽ മീശയുടെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് താടി ഉണ്ടല്ലോ സാന്താക്ലോസിൻ്റെ, അതിന് ഫീൽ വരാൻ വേണ്ടി ഞാൻ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഹെയറിൻ്റെ ആ ഒരു ഫീൽ കിട്ടും. പിന്നെ ഒരു വൈറ്റ് കളറിലുള്ള പേപ്പർ ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ക്യാപ്പിൻ്റെ ഒരു എൻഡിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാന്താക്ലോസിൻ്റെ സൈഡ് ഫിനിഷായി. ഇനി നെക്സ്റ്റ് സൈഡിൽ വന്നിട്ട് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രിൻ്റ് എടുത്തുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ്, അതിൽ ഒരു പാറ്റേൺ പേപ്പർ ഇതുപോലെ എടുത്ത് ഒരു സൈഡ് കംപ്ലീറ്റ് ആയി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള റെഡ് കളർ A4 പേപ്പറില്ലേ, അതിൻ്റെ ബാക്കി വന്ന പോർഷൻ ഞാൻ ഇതേ പാറ്റേണിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് 2 എൻഡിൽ, അതായത് മുകളിലും താഴെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും റൈറ്റിങ്സ് എഴുതണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്തത്. അതിനൊരു ചെറിയൊരു സാന്താക്ലോസിൻ്റെ തൊപ്പിയും കൂടെ ഞാൻ ഒരു റെഡ് കളർ A4 പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പോൾ അനുസരിച്ചിട്ടുള്ള വീഡിയോസ് തന്നെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.